ബ്രില്യൻറ്റ് സ്റ്റാമിനാട്ടിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സർക്കുലർ മെഷേഴ്സ് എന്നുള്ള 9th ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു അല്ലേ. എങ്ങനെയാണ് സർക്കിളിൻ്റെ പെരിമീറ്റർ കാണുക? 2πr. പിന്നെ സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു അല്ലേ. എങ്ങനെയാണ് ഏരിയ കാണുക? സർക്കിളിൻ്റെ ഏരിയ πr². പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആർക്ക് ലെങ്ത് കാണാനാണ് അല്ലേ. ആർക്ക് ലെങ്ത് കാണാൻ 2πr × x/360. അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ കേട്ടോ. ആംഗിൾ ആൻഡ് ഏരിയ. An arc is a part of the perimeter of the circle. An arc and the radii through its end enclose a part of the area of the circle. Such a piece of circle is called sector. ഇങ്ങനെയുള്ള ഒരു സർക്കിളിൻ്റെ ഒരു പോർഷന് പറയുന്ന പേരാണ് സെക്ടർ. അപ്പോൾ ശ്രദ്ധിച്ചോ. The central angle of its arc is called the central angle of the sector. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ആ ആംഗിളിനെയാണ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ എന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഏരിയ ഓഫ് ദി സെക്ടർ. ഒരു സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കാണുന്നുള്ള ഇക്വേഷനാണ്. ശ്രദ്ധിച്ചോട്ടോ. ദ ഏരിയ ഓഫ് എ സെക്ടർ ഈസ് ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ as the fraction of 360 degree that is central angle is. അപ്പോൾ in a circle of radius r, the area of the sector of central angle x degree is πr² × x/360. അതായത് ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആറും ആ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രിയുമാണെങ്കിൽ ആ ഏരിയ ഓഫ് ദി സെക്ടർ കാണാനുള്ള ഇക്വേഷനാണ് πr² × x/360. അപ്പോൾ ഒരു പിക്ചർ വരച്ച് കാട്ടിത്തരാം. ശ്രദ്ധിച്ചു കേട്ടോ. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇതൊരു സെക്ടറാണെന്ന് വിചാരിച്ചു. ഇത് റേഡിയസ് ആണ്, ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ആ സെക്ടറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് πr² × x/360. അപ്പം ഏരിയ ഓഫ് ദി സെക്ടർ is equal to πr² × x/360. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ആദ്യം പഠിച്ചത് സർക്കിളിൻ്റെ പെരിമീറ്റർ ആണ് 2πr. പിന്നെ പഠിച്ചത് സർക്കിളിൻ്റെ ഏരിയ ആണ് πr². കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആർക്ക് ലെങ്ത് അല്ലേ. ലെങ്ത് ഓഫ് ആൻ ആർക്കാണ് 2πr × x/360. ഇന്ന് പഠിക്കണത് ഏരിയ ഓഫ് ദി സെക്ടർ πr² × x/360. അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 degree ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സെക്ടർ ഓഫ് ദി സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 cm? അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്ററും എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയുമാണെങ്കിൽ ആ ഏരിയ ഓഫ് ദി സെക്ടർ എങ്ങനെ കാണാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഏരിയ ഓഫ് ദി സെക്ടർ is equal to നമ്മൾ ഇക്വേഷൻ പഠിച്ചു. എന്താ? πr² × x/360 അല്ലേ. അപ്പം π × റേഡിയസ് എത്രയാ? 3 ആണ് അല്ലേ. അപ്പം 3² × x 120 ആണ് /360 ഈക്വൽ ടു 9π × 120/360. ഫൈനൽ ആൻസർ 3π ആയിരിക്കും ഈ ഒരു സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവരെന്താ പറഞ്ഞത്? റേഡിയസ് 3ക്ക് പകരം എത്രയാക്കണം? 6 ആക്കണം അല്ലേ. റേഡിയസ് 6 ആക്കുക, സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി തന്നെ ആക്കുക. അപ്പം ആ സെക്ടറിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിച്ചോ. റേഡിയസ് is equal to 6 cm, എക്സ് ഡിഗ്രി, സെൻട്രൽ ആംഗിൾ is equal to 120 degree. Then the area of the sector is equal to πr² × x/360 അല്ലേ. അപ്പം πr² π × 6² × 120/360 which is equal to 36π × 120/360. ഫൈനൽ ആൻസർ
12 പൈ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ദി സെക്ടർ 12 പൈ എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ഏരിയ ഓഫ് ദി സെക്ടർ കാണുക? ജസ്റ്റ് ആ ഇക്വേഷനിൽ വാല്യൂസ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. റേഡിയസും സെൻട്രൽ ആംഗിളും അറിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ദി സെക്ടർ കണ്ടുപിടിക്കാം. പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 ആണ് ഏരിയ ഓഫ് ദി സെക്ടർ കാണാനുള്ള ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഗ്രീൻ കളേർഡ് പാർട്ട് ഓഫ് ദിസ് പിക്ചർ. ഈ പിക്ചറിൽ ഈ ഗ്രീൻ കളർ പാർട്ടിൻ്റെ ഏരിയ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വലിയൊരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് 3 ആണ്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ 120 ആണ്. അപ്പോൾ ആ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. യെസ്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഈ സ്മോൾ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 ആണ്, അവിടെയും സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണ്. അപ്പം ആ സർക്കിളിൻ്റെയും ആ ഒരു സെക്ടറിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക അല്ലേ. അങ്ങനെ ആ 2 സെക്ടറിൻ്റെയും ഏരിയാസ് തമ്മിൽ മൈനസ് ചെയ്താൽ ഏരിയ ഓഫ് ദി ഗ്രീൻ പാർട്ട് കിട്ടുമല്ലോ. യെസ്, ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചോട്ടോ. അപ്പം റേഡിയസ് 3 എക്സ് ഡിഗ്രി 120 ആകുമ്പം ഏരിയ ഓഫ് ദി സെക്ടർ കാണാൻ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 120 ബൈ 360 വിച്ച് ഇസ് ഈക്വൽ ടു 9 പൈ ഇൻറ്റു 120 ബൈ 360 വരും. ഫൈനൽ ആൻസർ എത്രയാണ് വരിക? 3 പൈ വരും അല്ലേ. അതായത് 3 ഇൻറ്റു 3.14 9.42 കിട്ടും കേട്ടോ. 9.42 കിട്ടും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 2ഉം സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ആ ഒരു പാർട്ടിൻ്റെ ഏരിയ ഓഫ് ദി സെക്ടർ കണ്ടുപിടിക്കാം. അതായത് പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 ആണ് ഇക്വേഷൻ, ഈക്വൽ ടു പൈ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 120 ബൈ 360 കിട്ടും. അതായത് 4 പൈ ഇൻറ്റു 120 ബൈ 360 കിട്ടും. ഫൈനൽ ആൻസർ 4/3 പൈ എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈൻ്റെ വാല്യൂ എത്രയാ? 3.14 അല്ലേ. 4/3 ഇൻറ്റു 3.14 ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ആൻസർ ആയിട്ട് 4.19 കിട്ടും. ഇനി ഈ ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയ കാണാൻ എന്താ ചെയ്യുക? ഈ 2 ഏരിയാസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ പോരെ, മൈനസ് ചെയ്താൽ പോരെ. അപ്പം ഏരിയ ഓഫ് ദി ഗ്രീൻ പാർട്ട് ഇസ് ഈക്വൽ ടു 9.42 മൈനസ് 4.19 അല്ലേ. ലാസ്റ്റ് ആൻസർ എത്ര കിട്ടുക? 5.23 ആയിരിക്കും ആ ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ ആദ്യം റേഡിയസ് 3ഉം സെൻട്രൽ ആംഗിൾ 120 വെച്ചിട്ട് ആ ഒരു പാർട്ടിൻ്റെ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അതിനുശേഷം റേഡിയസ് 2ഉം സെൻട്രൽ ആംഗിൾ 120 ആയിട്ട് അനദർ പാർട്ടിൻ്റെ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അതിനുശേഷം ആ 2 സെക്ടറിൻ്റെയും ഏരിയാസ് നമ്മൾ മൈനസ് ചെയ്താൽ ഈ ഒരു ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയ കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചോ. സെൻറ്റേർഡ് അറ്റ് ഈച്ച് കോർണർ ഓഫ് എ റെഗുലർ ഹെക്സഗൺ a part of a circle is drawn and a figure is cut out as shown below. ഒരു റെഗുലർ ഹെക്സഗൺ തന്നിട്ടുണ്ട്. അവിടെ നിന്നിട്ട് റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ ആണ്. അവിടെ നിന്ന് കുറച്ച് സെക്ടറുകൾ വെട്ടിമാറ്റിയതിന് ശേഷമുള്ളൊരു ഫിഗറാണിത്. നമ്മളോട് പറഞ്ഞത് ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇത് 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പം ആ ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ എങ്ങനെ കിട്ടുക? ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലത്തിൽ ചെയ്തതാണ് അല്ലേ. അതായത് 6 ഇൻറ്റു √3/4 ഇൻറ്റു എ സ്ക്വയർ. ഇവിടെ 2 സ്ക്വയർ ആണ്. അപ്പം 6 ഇൻറ്റു √3/4 ഇൻറ്റു 4 അല്ലേ. അപ്പം 6√3 കിട്ടും. ഏരിയ ഓഫ് ദി ആ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ 6√3 കിട്ടും. ഇനി ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ 1 ആംഗിൾ എത്രയാണ് ഉണ്ടാവുക? റെഗുലർ ഹെക്സഗണിൻ്റെ 1 ആംഗിൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാ അല്ലേ. 120 ഡിഗ്രി ആയിരിക്കും റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ആ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു സൈഡ് 2 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു സെക്ടറിൻ്റെ റേഡിയസ് എത്രയുണ്ടാവുക? ആ 2ൻ്റെ പകുതി അല്ലേ, 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സെക്ടറിൻ്റെ ഏരിയ ഓഫ് 1 സെക്ടർ കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് ഒറ്റ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലേ.
ഏരിയ ഓഫ് വൺ സെക്ടർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 അല്ലേ, പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. അതായത് പൈ ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 120 ബൈ 360 കിട്ടും അല്ലേ. ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ആൻസർ എത്ര കിട്ടുക? 120 പൈ ബൈ 360 എന്ന് കിട്ടും അല്ലേ. അതായത് പൈ ബൈ 3 എന്ന് കിട്ടും ഒരു സെക്ടറിൻ്റെ ഏരിയ. അവിടെ എത്ര സെക്ടർ ഉണ്ടായിരുന്നത്? 6 സെക്ടർ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഏരിയ ഓഫ് 6 സെക്ടേഴ്സ് 6 സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6 ഇൻറ്റു പൈ ബൈ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ വെട്ടി മാറ്റിയ കിട്ടിയിട്ടുള്ള ലാസ്റ്റ് ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക? ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ മൈനസ് ഏരിയ ഓഫ് ദി 6 സെക്ടേഴ്സ്. അപ്പം അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6√3 മൈനസ് 6 പൈ ബൈ 3 ആയിരിക്കും അല്ലേ. 6 ഇൻറ്റു √3 എന്ന് പറയുന്നത് എത്രയാ? 6 ഇൻറ്റു 1.732 മൈനസ് 6 ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ 3. ലാസ്റ്റ് ആൻസർ ആയിട്ട് ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് എത്ര കിട്ടുക? 3 പൈ എന്നാണ് കിട്ടുക. എത്ര കിട്ടുക? ഓക്കെ, ഏരിയ ഓഫ് ദി 6 സെക്ടേഴ്സ് 6 പൈ ബൈ 3, അതായത് 6 പൈ ബൈ 3 കിട്ടും. ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ 6√3 ആണ്. അപ്പം 6√3 മൈനസ് 6 പൈ ബൈ 3 ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് നോക്കിക്കോ. ഒരു മിനിറ്റ്, ഇത് 6 പൈ ബൈ 3, അതായത് 6√3 മൈനസ് 2 പൈ എന്ന് കിട്ടുമല്ലോ. 6√3 മൈനസ് 2 പൈ. അപ്പം ലാസ്റ്റ് ആൻസർ എത്ര കിട്ടുക? ലാസ്റ്റ് ആൻസർ ആയിട്ട് 2 പൈ എന്ന് കിട്ടും കേട്ടോ. അപ്പം ഏരിയ ഓഫ് ദി സെക്ടർ, ആ ഒരു ലാസ്റ്റ് വെട്ടി മാറ്റിയിട്ട് കിട്ടിയ ആ ഒരു സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയുണ്ടാവുക? 2 പൈ ആയിരിക്കും കേട്ടോ. അപ്പം ബാക്കി അടുത്ത ക്ലാസ്സിൽ